എല്ലാവിധ ആശംസകളും നേരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആശംസകളും നേരുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ സ്വീകരണ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന നൃത്ത സംഗീത സദ്യ ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പ്രഭാവർമ്മയുടെ ഏറ്റവും ദീർഘകാലത്തെ സഹപ്രവർത്തകരാണ് ഞാൻ. അച്ചടി മാധ്യമരംഗത്തും ദൃശ്യമാധ്യമരംഗത്തും 22 വയസ്സുള്ള സമയത്ത് ഡൽഹി എത്തിയപ്പോൾ ശ്രീ പ്രഭാവർമ്മയായിരുന്നു എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിൻ്റെ കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. മനോരമയായിരുന്നു എൻ്റെ സഹോദരി. എൻ്റെ മകളെ ഞാൻ കളിപ്പിച്ചേക്കാൻ കൂടുതൽ കളിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ പപ്പു എന്ന് വിളിക്കുന്ന ജോത്സിനെയായിരുന്നു. അവളെന്ന് അമ്മയായിരിക്കണം. ഞാനുണ്ടായിട്ടും പ്രഭാവർമ്മയുടെ കവിതാ ജീവിതം അണഞ്ഞില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. മാത്രമല്ല, സ്വരലയ എന്നുള്ള ഈ മഹാപ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത് പ്രഭാവർമ്മയുടെ വസതിയിൽ വെച്ചാണ്. 210. സംഗീതവുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ലാത്തതുകൊണ്ട് വർമ്മ തന്നെ എനിക്കൊരു പശ്ചാത്തലമുണ്ട്. എന്തായാലും എനിക്ക് അഭിമാനത്തിൻ്റെ നിമിഷമാണിത്. എൻ്റെ ഒരു സഹപ്രവർത്തകൻ, അല്ലെങ്കിൽ പ്രഭാവർമ്മയുടെ ഏറ്റവും ദീർഘകാലത്തെ ഒരു സഹപ്രവർത്തകൻ എന്നുള്ള പദവിയുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ ഈ അംഗീകാരം എനിക്ക് കൂടി കിട്ടിയ അംഗീകാരമായി ഞാൻ കരുതുന്നു. വർമ്മയ്ക്ക് ഇനിയും ഒരുപാട് കാലങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾക്ക് വൈവിധ്യമാർന്ന തലങ്ങളിൽ പാത്രമായ വ്യക്തിത്വം എന്നുള്ള ഒരു അവാർഡ് കൂടി പ്രഭാവർമ്മയ്ക്ക് വൈകാതെ കിട്ടുന്നതാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും